ശ്രീ വിജി തമ്പി BHP സംസ്ഥാന അധ്യക്ഷൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വിജി തമ്പി, ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും അധികൃതർ പിന്മാറിയിരിക്കുകയാണ്. മഹാമാഘ മഹോത്സവത്തിന് അനുമതി നൽകി കഴിഞ്ഞു ചില ഉപാധികളോടെ. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? സ്വാമിശരണം, നമസ്കാരം. ഇത് തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് നേരത്തെ ഉറപ്പുണ്ടായിരുന്നു. ഇത് പിണറായി വിജയനും ചില ആൾക്കാരും ചേർന്ന് നടത്തിയ ഒരു ഉഡായിപ്പ് പരിപാടിയായിരുന്നു. ഒരു വിരട്ടൽ പരിപാടി. ഇതിലങ്ങ് ഹിന്ദു വിരണ്ടുപോയി പോകുന്നവർ വിചാരിച്ചു. മനസ്സിലായി. കാരണം ഇതുപോലെ പല കാര്യങ്ങളും കാണിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഹിന്ദുക്കൾ ഇവിടെ ഒറ്റക്കെട്ടായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ആരോ പറയുന്ന പോലെ ഉണ്ടായിരുന്നു, അതായത് ഈ ഹിന്ദുക്കളുടെ വീടുകളിൽ പിണറായി വിജയന്റെ പടം വെച്ച് പൂജിക്കണമെന്ന്. കാര്യം ഹിന്ദുക്കളെ ഒന്നാക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, എവിടെയാ തുടങ്ങിയത്? ഇത് തുടങ്ങിയ ഭാരതാംബ വിഷയം, അതുപോലെ മറ്റേ ഗുരുപൂജ, ഇങ്ങനെ പല കാര്യങ്ങളിലും ഇത് ഹിന്ദുക്കളുടെ മേൽ കുതിര കയറുന്നിടത്തോളം ഹിന്ദുക്കൾ വീണ്ടും ഒറ്റക്കെട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ നിരോധനം നിലനിൽക്കണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. എങ്കിലാണ് അവിടെ ഏറ്റവും വലിയ ഗംഭീരമായ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു ചെറിയ രീതിയിൽ നടത്താൻ ഉദ്ദേശിച്ച് ആരംഭിച്ച സംഭവത്തിന് ഇവിടെ കളക്ടറുടെ ഉഡായിപ്പ് വന്നതോടുകൂടി ഇത് ഭാരതമൊട്ടാകെ ഇത് ചർച്ചാ വിഷയമായി. ഭാരതത്തിന്റെ അങ്ങോളം ഇങ്ങോളം എന്നുള്ള നാഗസന്യാസിമാർ ഉൾപ്പെടെയുള്ള ഹൈന്ദവ ശക്തികൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നു. വിശ്വഹിന്ദു പരിഷത്തിന്റെ ആഗോളതലത്തിലുള്ള എല്ലാ നേതാക്കളും അവിടെ നിന്നുള്ള എല്ലാ പ്രവർത്തകരും ഇതിലേക്ക് ഇങ്ങോട്ട് എത്തുന്നു. അപ്പൊ ഇത് ഭാരതം തന്നെ ഉറ്റുനോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതിനെ എത്തിച്ചത് സഖാവ് പിണറായി വിജയനാണ്. വിജി തമ്പി, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹൈന്ദവ ഏകീകരണം, ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു വലിയ തിരിച്ചുവരവ്, ഇതൊക്കെയും ചില കോണുകളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകുന്നതും, അല്ലേ? മലപ്പുറം മറ്റാർക്കും എഴുതി കൊടുത്ത പോലെയാണല്ലോ ഇപ്പൊ കിടക്കുന്നത്. മലപ്പുറം 1 ആക്കണം, 2 ആക്കണം, 3 ആക്കണം, 4 ആക്കണം. ഈ 4ന്റെ കണക്ക് നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ളതാണ്. ആ 4ന്റെ കണക്ക് ഇപ്പൊ ഇതിലും വന്നിരിക്കുകയാണ്. അപ്പോ ഇത് മലപ്പുറം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിന്റെ ഭാഷയുടെ പിതാവായ സാക്ഷാൽ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ നാടാണ്. അവിടെ ഒരുപാട് ഒരു ഹൈന്ദവ സങ്കല്പങ്ങൾ നിലനിന്ന നാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായ ഹൈന്ദവ ക്ഷേത്രങ്ങളുള്ള നാടാണ്. ആ ഒരു നാടിനെ മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു ഇടപാടാണ് പിണറായി സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിക്കട്ടെ, മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ഒരു പ്രതിമ ഇന്ന് മലപ്പുറത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടോ? എത്രയോ കാലമായിട്ട് പ്രതിമ ഉണ്ടാക്കി മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെന്താണ് ഇവിടെ മലയാളം? പിന്നെന്താണ് അവിടെ ഒരു മലയാള സർവകലാശാല എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പൊ ഇത് പിന്നെ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം? തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പേരിലൂടെ മലയാള സർവകലാശാല, പക്ഷെ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ഒരു പ്രതിമ അവിടെ സ്ഥാപിക്കാൻ നിവൃത്തിയില്ല. ഇത് എന്ത് പരിപാടിയാണ്? ഇത് കേരളമല്ല, ഇത് കേരളമാക്കുകയാണ്. അതൊരിക്കലും അനുവദിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി ഇതിനെ നഖശിഖാന്ത് എതിർക്കുക ചെയ്യും. അത് ഇനിയിപ്പോ പുള്ളിക്ക് മനസ്സിലാവും. അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ കൃത്യമായിട്ടും ഈ CPM മനസ്സിലാവും എന്താണ് ഹിന്ദുക്കളുടെ കേരളത്തിലെ ശക്തിയെന്ന്.